ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC മുൻവർഷം ചോദിച്ച ഇന്ത്യൻ പീനൽ കോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് PSC നടത്തിയ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് 2020 ഒക്ടോബർ മാസം 18 നടത്തിയ ഒരു ടെസ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ നോക്കുമ്പോഴത്തേക്കും ഏതൊക്കെ ടൈപ്പിലെ ഏതൊക്കെ മേഖലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ വരാനിരിക്കുന്ന WCPO എക്സാം എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സെഷനാണ്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് എന്താണ്? കോംപ്രഹെൻസീവ്. കോംപ്രഹെൻസീവ് എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക്, കോംപ്രഹെൻസീവ്, ലെങ്തിയസ്റ്റ്, റിജിഡ് എന്നാണ് ഉത്തരം. കോംപ്രഹെൻസീവ്. ദ ടേം ക്രൈം ഈസ് നോട്ട് സിനോണിമസ് വിത്ത് ദ ഫോളോയിങ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ക്രൈം എന്നത് മീനിങ് ആയിട്ട് വരാത്തത് ഏതാണ്? ഒഫൻസ്, ക്രിമിനൽ ഒഫൻസ്, ടോർട്ട്, ക്രിമിനൽ റോങ്. ഇതിലേതാണ്? ടോർട്ടാണ്. ടോർട്ട്. ടോർട്ട് എന്ന് വെച്ചാൽ എന്താ? അപരാധം എന്നുള്ളൊരു മീനിങ് ആണ്. അപരാധം. അടുത്ത ചോദ്യം, ക്രിമിനൽ സയൻസ് ഈസ് കൊനോട്ടഡ് ബൈ കെനി അസ്. കെനി ക്രിമിനൽ സയൻസിനെ എങ്ങനെയാണ് സൂചിപ്പിച്ചത്? സോഷ്യൽ സ്റ്റഡി ടു ഡിസ്കവർ ദ കോഴ്സ് ഓഫ് ക്രിമിനാലിറ്റി. സോഷ്യൽ സ്റ്റഡി ടു ഡിസ്കവർ ദ കോഴ്സ് ഓഫ് ക്രിമിനാലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ക്രിമിനൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ എന്താണ്? റെക്കഗ്നേഷൻ ഓഫ് ദ മെന്റൽ ആൻഡ് ഫിസിക്കൽ എലമെന്റ്സ് ഓഫ് ക്രൈം. റെക്കഗ്നേഷൻ ഓഫ് ദ മെന്റൽ ആൻഡ് ഫിസിക്കൽ എലമെന്റ്സ് ഓഫ് ക്രൈം. റിഗാർഡിംഗ് പബ്ലിക് ഒഫൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റെലവെന്റ്. പബ്ലിക് ഒഫൻസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ പ്രാധാന്യമില്ലാത്തത് ഏതാണ്? അഫക്ട് സ്പെസിഫിക് ഇൻഡിവിജ്വൽ ഈസ് പബ്ലിക് സ്പേസ്. അഫക്ട് സ്പെസിഫിക് ഇൻഡിവിജ്വൽ ഈസ് പബ്ലിക് സ്പേസ്. അടുത്ത ചോദ്യം, ആൻ ഐ ഫോർ ആൻ ഐ ആൻഡ് എ ടൂത്ത് ഫോർ എ ടൂത്ത് ഈസ് ദ മോട്ടോ ഓഫ്. ആൻ ഐ ഫോർ ആൻ ഐ, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അത് ഏതിന്റെ മോട്ടോയാണ്? Retributive theory of justice. Retributive theory of justice. Indian Penal Code came into operation as. Indian Penal Code came into operation as 1st January 1862. 1st January 1862. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ PSC പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമാണ് SCRT. അപ്പോൾ SCRTക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 120 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് കോഴ്സ് January 19 അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ Wcpo LD എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ CPO എക്സാമിനും CEO എക്സാമിനും ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSA എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. President of India has been protected and exempted from the effect of IPC under. President of India has been protected and exempted from the effect of IPC under Article 361(1). Article 361(1 ആണ്. Which of the following has no immunity under IPC? Which of the following has no immunity under IPC? Foreign citizen ആണ്. Foreign citizen. Basis of liability of a person under section 4 of IPC is citizenship. Citizenship. Basis of liability of a person under section 4 of IPC is citizenship. General explanations under IPC has been incorporated in. അപ്പോൾ IPCയിലെ ജനറൽ എക്സ്പ്ലനേഷൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഏത് ചാപ്റ്ററിലാണ്? ചാപ്റ്റർ 2 ചാപ്റ്റർ 2. ദ ടേം പേഴ്സൺ അണ്ടർ IPC ഇൻക്ലൂഡ്സ്. അപ്പോൾ വ്യക്തി എന്ന് പറയുന്നത് ലീഗൽ പേഴ്സൺ ആണ്. ലീഗൽ പേഴ്സൺ. ജഡ്ജ് അണ്ടർ IPC ഡിനോട്ട്സ്. ജഡ്ജ് എന്ന് പറയുന്നത്
വൺ ഓഫ് എ ബോഡി ഓഫ് പേഴ്സൺസ് എംപവേർഡ് ബൈ ലോ ടു ഗീവ് എ ജഡ്ജ്മെന്റ്. അതാണ് ജഡ്ജ് കൊണ്ട് IPCയിൽ ഉദ്ദേശിക്കുന്നത്. ഹൂ ഈസ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പബ്ലിക് സെർവൻറ്റ്. ഒരു പബ്ലിക് സെർവൻറ്റ് അല്ലാത്തത് കർത്ത ഓഫ് എ ജോയിന്റ് ഫാമിലി. കർത്ത ഓഫ് എ ജോയിന്റ് ഫാമിലി. ബാക്കി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ എല്ലാം പബ്ലിക് സെർവൻറ്റിൽ ഉൾപ്പെടുന്നതാണ്. കോർപ്പറൽ പ്രോപ്പർട്ടി എക്സെപ്റ്റ് ലാൻഡ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു എർത്ത് പെർമനന്റ്ലി ഡിനോട്ട്സ് ഡാഷ് അണ്ടർ ലോ. മൂവബിൾ പ്രോപ്പർട്ടി ആണ്. മൂവബിൾ പ്രോപ്പർട്ടി. എ പേഴ്സൺ ലോസസ് എ പ്രോപ്പർട്ടി and is availed by another person who is not legally entitled the same denotes wrongful gain. Wrongful gain. Counterfeit is defined as causing one thing to resemble another thing by IPC under section 28. 28ലാണ് ഉൾപ്പെടുന്നത്. Matters described upon any substance by means of letters, figures or marks intended to use as evidence under law called as എന്താണ് ഡോക്യുമെന്റ് എന്നാണ് പറയുന്നത്. ഡോക്യുമെന്റ്. മാറ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് അപ്പോൺ എനി സബ്സ്റ്റൻസ് ബൈ മീൻസ് ഓഫ് ലെറ്റേഴ്സ്, ഫിഗേഴ്സ്, മാർക്സ് ഇന്റൻഡഡ് ടു യൂസ് ആസ് എവിഡൻസ്. അതായത് തെളിവായിട്ട് എടുക്കാവുന്ന ലെറ്റേഴ്സിലോ ഫിഗേഴ്സിലോ മാർക്സിലോ എഴുതിയ സബ്സ്റ്റൻസിനെ എന്താ പറയുന്നത്? ഡോക്യുമെന്റ് എന്നാണ് പറയുന്നത്. വിൽ ഡിനോട്ട്സ് ഡാഷ് അണ്ടർ IPC. വിൽ എന്നത് എ ടെസ്റ്റാമെന്ററി ഡോക്യുമെന്റ് ആണ്. ടെസ്റ്റാമെന്ററി ഡോക്യുമെന്റ്. ഈച്ച് ഓഫ് പേഴ്സൺസ് ഈസ് ലയബിൾ ഫോർ ആൻ ആക്ട് ഇൻ ദ സെയിം മാനർ ആസ് ഇഫ് ഇറ്റ് വാസ് ഡൺ ബൈ ഹിം എലോൺ ഡിനോട്ട്സ് സെവറൽ പേഴ്സൺസ് commit different act with different intention. Several persons commit different act with different intention. The effect caused partly by an act and partly by omission is an offense. The effect caused partly by an act and partly by omission is called an offense. Definition to the word offense under IPC. അപ്പോൾ IPCയെ സംബന്ധിച്ച് offense എന്ന വാക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? Anything punishable under the code. Anything punishable under the code. Section 43 of the IPC explain the term illegal. Section 43-ല് illegal എന്ന ടേം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? Everything is an offense or prohibited by law. Everything is an offense or prohibited by law. Injury includes dash under IPC. Injury includes dash under IPC. അപ്പോൾ IPCയിലെ ഇഞ്ചുറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Harm caused to body, mind, reputation or property. What is special law under IPC? IPCയിലെ സ്പെഷ്യൽ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് applicable to particular subjects matter. Applicable to particular subjects matter. Animal means under IPC. IPCയെ സംബന്ധിച്ച് animal എന്ന് പറയുന്നത് living creatures other than human being. Living creatures other than human being. Good faith can be denoted by bona fide, whereas bad faith is malified. Opposite ആണ് ചോദിച്ചിരിക്കുന്നത്, malified. How many classes of imprisonment furnished under IPC at present? 3. 3 classes ആണ്. 3. Power of the government to commute a sentence provided under IPC is incorporated in section 54. Section 54. With respect to IPC, appropriate government means appropriate government കൊണ്ട് ഉദ്ദേശിക്കുന്നത് both union and state government respectively. Both union and state government respectively. When and where no sum is expressly mentioned by IPC, as fine it may be, unlimited but not excessive. Unlimited but not excessive. അടുത്ത ചോദ്യം, an act done by a person bound or by mistake of fact believing himself bound is not an offense. അതൊരു offense ആയിട്ട് കണക്കാക്കുന്നില്ല. Act of a child between the age of 7 and 12 years is not an offense if he is of immature understanding of his conduct. അയാൾ ചെയ്യുന്നത് offense ആയിട്ട് കണക്കാക്കാത്തത് എപ്പോഴാണ്? He is of immature understanding of his conduct. Unsoundness of mind at the time of the act
is a ground of general exception under which section of IPC? 84 ആണ്. 84. Important ചോദ്യമാണ് 84. Abutment of a thing under section 107 of IPC consists dash different meanings. 3 different meanings ആണ്. 3 different meanings. Criminal conspiracy is defined as criminal conspiracy എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 120A ഓഫ് IPC. സെക്ഷൻ 120A ഓഫ് IPC. Punishment for criminal conspiracy provided under section 120B1 of IPC is punished in the same manner as if he had abetted such offense. അടുത്ത ചോദ്യം, offenses against the state is incorporated in dash of IPC 1860. ചാപ്റ്റർ 6ലാണ്. ചാപ്റ്റർ 6. സെക്ഷൻ 124A deals with dash in IPC. Sedition. Sedition. Unlawful assembly is an offense against public tranquility. Public tranquility. Punishment stipulated under section 145 of IPC is all the above punishment according to the gravity of offense. 145 അനുസരിച്ച് 1 month imprisonment or with fine or with both, 3 month imprisonment or with fine or with both, 6 month imprisonment or with fine or with both. Okay. അടുത്ത ചോദ്യം, promoting enmity between different groups and ground of religion, race, place of birth, etc. is an offense under. ഏതിന്റെ കീഴിൽ വരുന്നതാണ്? സെക്ഷൻ 153A. സെക്ഷൻ 153A. What is affray according to IPC? IPC അനുസരിച്ച് affray കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 or more persons fighting in public place to disturb public peace. അതാണ് affray കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Electoral right of a person has been incorporated in dash of IPC. Section 171A. Section 171A-ലാണ് electoral right of personനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. Chapter 9A of IPC incorporate provisions related to offenses against electoral right. Offenses against electoral right. Section 186 of IPC deals with which of the following offense? Section 186 IPC-ലെ 186 എന്ന് പറയുന്ന സെക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? Obstructing public servant in discharge of public functions. Obstructing public servant in discharge of public functions. അടുത്ത ചോദ്യം, whoever causes any circumstances to exist or make any false entry in any book or record or electronic record fabricates false evidence ആണ്. False evidence. A person intentionally refuses to give information of an offense to the concerned official. He is committing an offense under law. An offense under law. അവസാനത്തെ ചോദ്യം, disclosure of identity of the victims of certain offenses has been declared as punishable under section 228A of IPC. അതായത് വിക്ടിംസിന്റെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുക, ഇതെന്ന് പറയുന്നത് സെക്ഷൻ 228A IPC-ലെ സെക്ഷൻ 228A പ്രകാരം കുറ്റകരമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ച 50 IPC ബേസ് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങൾ. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ സെഷൻസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലഗ്രാം ചാനൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.